ഹായ് കൂട്ടുകാരെ, വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു +2 ഇംഗ്ലീഷ് ഈക്വലൻസി ക്ലാസ്. എല്ലാ കൂട്ടുകാർക്കും +2 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം പഠിക്കാനുള്ളത് 5 യൂണിറ്റുകളാണ്. അതാണ് ഞാനിവിടെ കണ്ടൻസ് പേജായിട്ട് കൊടുത്തിട്ടുള്ളത്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. യൂണിറ്റ് ഫസ്റ്റ് ടു ദ അൺനോൺ, 2 ബ്രേക്കിംഗ് ദ സൈലൻസ്, യൂണിറ്റ് 3 ഹാർമണി ഓഫ് ലൈഫ്, യൂണിറ്റ് 4 ഫിലിംസ്, യൂണിറ്റ് 5 സ്പോർട്സ് ആൻഡ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇനി നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോകാം. ടു ദ അൺനോൺ. അൺനോൺ എന്നാൽ അറിയപ്പെടാത്തത് അല്ലെങ്കിൽ അജ്ഞാതമായത് എന്നാണ് അർത്ഥം. ടു ദ അൺനോൺ എന്നാൽ അജ്ഞാതമായതിലേക്ക് അല്ലെങ്കിൽ അറിയപ്പെടാത്തതിലേക്ക് എന്നാണ് അർത്ഥം. നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്രയിൽ നമുക്ക് അറിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ ഉള്ളത്. യൂണിറ്റിന് താഴെ 4 വരികൾ കൊടുത്തിട്ടുണ്ട്. അമേരിക്കക്കാരനായ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന കവിയുടെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓണസ്റ്റ് എ സ്നോവി ഈവനിങ് എന്ന കവിതയുടെ അവസാന 4 വരികളാണ്. The woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep and miles to go before I sleep എന്നാണ് 4 വരികൾ. The woods are lovely, dark and deep. കാട് മനോഹരമാമിതം ഇരുണ്ടതും അഗാധവുമാണ്. But I have promises to keep and miles to go. എനിക്ക് പാലിക്കുവാൻ വാഗ്ദാനങ്ങളുണ്ട്, ചെയ്തു തീർക്കുവാൻ കടമകളുണ്ട്. ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. മൈലുകൾ പോകുവാനുണ്ട്, മൈലുകൾ സഞ്ചരിക്കുവാനുണ്ട്, ഞാൻ ഉറങ്ങുന്നതിന് മുൻപായി. വളരെ ദൂരം മൈലുകൾ സഞ്ചരിക്കുവാനുണ്ട്, ഞാൻ ഉറങ്ങുന്നതിന് മുൻപായി. ജീവിതമാകുന്ന വലിയ യാത്രയിൽ മനോഹരങ്ങളായ ധാരാളം കാഴ്ചകൾ നമുക്ക് ചുറ്റും കാണാം. എന്നാൽ അവയൊക്കെ ആസ്വദിച്ച് കാണാനുള്ള ടൈം നമുക്കില്ല. ജീവിതം ആകുന്ന വലിയ യാത്രയിൽ മരണമെന്ന അവസാന ഉറക്കത്തിന് മുൻപ് ഒത്തിരി ദൂരം സഞ്ചരിച്ച് തീർക്കുവാനുണ്ട്, ധാരാളം കാര്യം ചെയ്ത് തീർക്കുവാനുണ്ട്. ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി സമയം പാഴാക്കാതെ കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് യാത്ര തുടരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പുസ്തകം ആരംഭിക്കുന്നത്. ഈ പഠനയാത്രയിൽ എല്ലാവർക്കും ആശംസ നേരുന്നു. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ യൂണിറ്റിൽ 3 പാഠങ്ങളാണുള്ളത്. ഒന്നാമതായി സ്കോട്ടിഷ് കവിയായ R.L. സ്റ്റീവൻ എഴുതിയ ട്രാവൽ എന്ന പോയം. രണ്ടാമത്തത് യാത്രാവിവരണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നമ്മുടെ പ്രിയപ്പെട്ട S.K. പൊറ്റക്കാടിൻ്റെ ചെറുകഥയാണ് ദ ഗിഫ്റ്റ്. മൂന്നാമതായി മോറിസ് ഹെർസോഗിൻ്റെ ഒരു പർവ്വതാരോഹണത്തെ പറ്റിയുള്ള വിവരണമാണ് ദ ആവലാഞ്ച്. ഇനി ഒന്നാമത്തെ ചാപ്റ്ററായ ട്രാവലിലേക്ക് പോകാം. ഇതൊരു കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് സ്കോട്ടിഷ് കവിയായ R.L. സ്റ്റീവനാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്നാണ്. ഹിസ് ലൈഫ് ടൈം വാസ് 1850 to 1894 ആണ് ജീവിത കാലഘട്ടം. ഹിസ് സ്റ്റോറി ടെല്ലിംഗ് വാസ് ചാർമിംഗ്. അദ്ദേഹം കഥ പറയുന്ന രീതി വളരെ വശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ദ ടെല്ലർ ഓഫ് സ്റ്റോറീസ്, അതായത് കാതികൻ എന്നാണ് അറിയപ്പെട്ടത്. സോ ഹി വാസ് പോപ്പുലർലി നോൺ ആസ് ദ ടെല്ലർ ഓഫ് സ്റ്റോറീസ്. ഒരു സ്ഥിര സഞ്ചാരിയായിരുന്നു, അല്ലെങ്കിൽ യാത്രകൾ ശീലമാക്കിയ വ്യക്തിയായിരുന്നു സ്റ്റീവൻസൺ. അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രധാന ഭാഗം യാത്രകളുമായി ബന്ധപ്പെട്ടവയായിരുന്നു. ട്രഷർ ഐലൻഡ്, കിഡ്നാപ്പ്ഡ് ആൻഡ് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെയ്ക്കൽ ആൻഡ് ഹൈഡെ എന്നിവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കവിതയാണ് ട്രാവൽ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ താൻ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവെന്ന് ഈ കവിതയിലൂടെ വെളിപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് ഈജിപ്തിലെ വിജനമായ ഒരു പുരാതന നഗരത്തിലേക്ക്. ഇനി പോയത്തിലേക്ക് പോകാം. ട്രാവൽ. I should like to rise and go where the golden apples grow, where below another sky parrot islands anchored lie, and watched by cockatoos and goats, lonely cruises building boats. I should like to rise and go. എനിക്ക് ഇഷ്ടമാണ് എഴുന്നേൽക്കുവാൻ, ആൻഡ് ഗോ പോകുവാൻ. എവിടേക്കാണ്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെപ്പറ്റി കവി പറയുന്നുണ്ട്. ഓരോ ഭാഗങ്ങളെപ്പറ്റി പറയുമ്പോഴും വെയർ എന്ന വാക്കുകൊണ്ടാണ് തുടരുന്നത്. ഇവിടെ വെയർ എന്നതിൻ്റെ അർത്ഥം ഒരു സ്ഥലത്തേക്കെന്നോ എവിടെയാണോ എന്നൊക്കെയാണ്. ഐ ഷുഡ് ലൈക്ക് ടു റൈസ് ആൻഡ് ഗോ എന്ന വരി ഓരോ വെയർ വരുന്ന ഭാഗത്തിന് മുൻപിലും കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ ഓരോ വരികളുടെയും അർത്ഥം മനസ്സിലാക്കാൻ. നെക്സ്റ്റ് ലൈൻ നോക്കാം.
വെയർ ദ ഗോൾഡൻ ആപ്പിൾ ഗ്രോ. സ്വർണ്ണ ആപ്പിൾ വളരുന്ന സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് ഇഷ്ടമാണ്. ഇവിടെ സ്വർണ്ണ ആപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പുരാതന കാലഘട്ടങ്ങളിൽ ഈ സ്വർണ്ണ ആപ്പിൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുരാതന ഗ്രീക്ക് പുരാണങ്ങളിലെ കഥകൾ ഉൾപ്പെടെ അത് അർത്ഥമാക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ലൈൻ നോക്കാം. വെയർ ബിലോ അനദർ സ്കൈ. മറ്റൊരാകാശത്തിന് താഴെ. പാരറ്റ് ഐലൻഡ് ആങ്കേർഡ് ലൈ. താഴെയുള്ള ദ്വീപിൽ നങ്കൂരമിട്ടിരിക്കുന്നതിന് മുകളിൽ. ആൻഡ് വാച്ച്ഡ് ബൈ കോക്കറ്റോസ് ആൻഡ് ഗോഡ്സ് ലോണലി ക്രൂസസ് ബിൽഡിംഗ് ബോട്ട്സ്. അവിടെ നിരീക്ഷിക്കുന്നത് കോക്കറ്റോസും ഗോഡ്സുമാണ്. കോക്കറ്റോസ് ഒരിനം തത്തകളാണ്, ആടുകളുമാണ് അവിടെ നിരീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കപ്പൽ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ട ആരെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ വള്ളമുണ്ടാക്കുന്നിടത്ത് പോകാനും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. നെക്സ്റ്റ് നോക്കാം. വെയർ ഇൻ സൺഷൈൻ റീച്ചിങ് ഔട്ട് ഈസ്റ്റേൺ സിറ്റീസ് മൈൽസ് എബൌട്ട് ആർ വിത്ത് മോസ്ക് ആൻഡ് മിനററ്റ് എമംഗ് സാൻഡി ഗാർഡൻ സെറ്റ് ആൻഡ് ദ റിച്ച് ഗുഡ്സ് ഫ്രം നിയർ ആൻഡ് ഫാർ ഹാങ് ഫോർ സെയിൽ ഇൻ ദ ബസാർ. വെയർ ഇൻ ദ സൺഷൈൻ റീച്ചിങ് ഔട്ട്. എനിക്ക് പോകാൻ ഇഷ്ടമാണ്. എവിടേക്കാണ്? വെയർ ഇൻ ദ സൺഷൈൻ സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ വെയിലത്ത്. റീച്ചിങ് ഔട്ട് കൈനീട്ടി നിൽക്കുന്ന ഈസ്റ്റേൺ സിറ്റീസ് അതായത് പൗരസ്ത്യ നഗരങ്ങൾ, അതായത് കിഴക്കൻ നഗരങ്ങൾ. മൈൽസ് എബൌട്ട് മൈലുകളോളം ദൂരത്ത് കൈനീട്ടി നിൽക്കുന്ന ആ സ്ഥലത്ത് പോകാൻ എനിക്കിഷ്ടമാണ്. ഇവിടെ കൈനീട്ടി നിൽക്കുക എന്നാൽ വ്യാപിച്ചു നിൽക്കുക എന്നാണ് കേട്ടോ അർത്ഥം. നോക്കത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന ആ നഗരങ്ങളിൽ എന്നൊക്കെയാണ് ഇവിടെ അർത്ഥം വരുന്നത്. ആർ വിത്ത് മോസ്ക് ആൻഡ് മിനരറ്റ്. അവിടെ മുസ്ലിം പള്ളികളും മിനാരങ്ങളും കാണാം. എമംഗ് സാൻഡി ഗാർഡൻ സെറ്റ്. അവ മണലാരണ്യങ്ങളിലാണ് ഉള്ളത്. ആൻഡ് ദ റിച്ച് ഗുഡ്സ് ഫ്രം നിയർ ആൻഡ് ഫാർ എമംഗ് ഫോർ സെയിൽ ഇൻ ദ ബസാർ. സമ്പന്നമായ ചരക്കുകൾ, പലതരം കച്ചവട സാധനങ്ങൾ അടുത്തുനിന്നും ദൂരെ നിന്നും കൊണ്ടുവന്നവയും വിൽപ്പനയ്ക്കായി തൂങ്ങിക്കിടക്കുന്നു ചന്തയിൽ. ആ നാട്ടിൽ നിന്നുള്ളതും അതുപോലെ പുറം നാട്ടിൽ നിന്ന് ഉള്ളതുമായ കടകൾ കാണാൻ കിഴക്കൻ നഗരങ്ങളിൽ പോകുവാൻ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് സ്പീക്കറായ ആൺകുട്ടി ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഭാഗം നോക്കാം. വെയർ ദ ഗ്രേറ്റ് വാൾ റൗണ്ട് ചൈന ഗോസ് ആൻഡ് ഓൺ വൺ സൈഡ് ദ ഡെസേർട്ട് ബ്ലോസ് ആൻഡ് വിത്ത് ബെൽ ആൻഡ് വോയിസ് ആൻഡ് ഡ്രം സിറ്റീസ് ഓൺ ദ അതർ ഹം. ഇനി അതിനർത്ഥം നോക്കാം. ഞാൻ പോകാൻ ഇഷ്ടപ്പെടുന്നു. എവിടെയാണ്? വേർ ദ ഗ്രേറ്റ് വാൾ റൗണ്ട് ചൈന ഗോസ്. ചൈനയ്ക്ക് ചുറ്റും വൻമതിലുള്ള സ്ഥലത്ത്. ആൻഡ് ഓൺ വൺ സൈഡ് അവിടെ മതിലിൻ്റെ ഒരു വശത്ത് ദ ഡെസേർട്ട് ബ്ലൗസ് മരുഭൂമി ചൂളമടിക്കുന്നു. മരുഭൂമിയിലെ കാറ്റിൻ്റെ ശബ്ദത്തെയാണ് അങ്ങനെ പറയുന്നത്. ആൻഡ് വിത്ത് ബെൽ ആൻഡ് വോയിസ് ആൻഡ് ഡ്രം. മണി കൊണ്ട്, സ്വരം കൊണ്ട്, ആൻഡ് ഡ്രം ചെണ്ട കൊണ്ട് എന്നിവയാണ്. സിറ്റീസ് ഓൺ ദ അതർ സൈഡ് മറുഭാഗത്ത് ഹം മൂളുന്നു. ഒരു വൻമതിലിൻ്റെ ഒരു ഭാഗത്ത് മരുഭൂമിയുടെ ശബ്ദമാണെങ്കിൽ അതിന് മറുഭാഗത്ത് ജനതിരക്കുള്ള നഗരത്തിൻ്റെ സംഗീതമാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാനാണ് കവിതയിലെ സ്പീക്കറായ ആൺകുട്ടി ആഗ്രഹിക്കുന്നത്. അപ്പം ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ പാർട്ട് 2 ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പം അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.